നമസ്തേ നമസ്തേ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നറിയാമോ? ഇവിടെ ജ്യോതി അമ്മും സുന്ദരി കൂടിയിട്ടേ സുന്ദരിക്ക് ഒരു മീൻ വളർത്തുന്ന ചട്ടി, അത് താമരക്കുളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. താമരക്കുളം ഇവിടെ ഞങ്ങളുടെ രാജേട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അത് അവരത് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ പെയിൻ്റൊക്കെ അടിച്ച് സുന്ദരക്കുട്ടിയാക്കി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? ജ്യോതി അമ്മും സുന്ദരി കൂടി പെയിൻ്റ് അടിച്ച്, ഞാനും അടിച്ചിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ച് വെച്ചു. പെയിൻ്റ് അടിച്ചതൊക്കെ ഉണങ്ങി അത് ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ കൊണ്ട് വെച്ചു. 2 ചെടി മേടിച്ചു കൊടുന്നു. താമര എന്നാൽ താമരയല്ല, ഇത് ആമ്പലാണ്. 2 മേടിച്ചു കൊടുന്നു. പിന്നെ അവർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ താമര മേടിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു പാക്കറ്റിൽ മീനെ മേടിച്ചു കൊടുന്നു. കുഞ്ഞ് മീനില്ലേ, 2-3 കളറുള്ള മീൻ, ഒരു മഞ്ഞ കളർ 2 മീൻ, കറുപ്പ കളർ മീൻ, പിന്നെ കുഞ്ഞ ഗപ്പി മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ ഇതിലിടാറായിട്ടില്ല കേട്ടോ. ചട്ടി നമ്മുടെ താമരക്കുളത്തിൽ മണ്ണിട്ട് വളമിട്ട് ഒക്കെ റെഡിയാക്കി വെള്ളം തെളിയാൻ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചെടിയും വെച്ചു കേട്ടോ. ചെടിയും വെച്ചിട്ട് വെള്ളം തെളിഞ്ഞതിന് ശേഷം മീനിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനിട്ട ഒരു ഗുണമുണ്ടല്ലോ, താമരക്കുളത്തിൽ മീനിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ സാധാരണ കൊതുക് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും, ഈ കൂത്താടി ഉണ്ടാവില്ലേ. അപ്പോൾ മീനിടണ്ടേ. മീനെ ആദ്യം തന്നെ പറഞ്ഞത് ക്വാറൻറ്റൈൻ ആക്കണമെന്ന്. ആദ്യം തന്നെ അവരുടെ വെള്ളത്തിൽ ചെറിയ പാക്കറ്റല്ലേ അത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം ആ വെള്ളം നമ്മുടെ വെള്ളത്തിലൊഴിച്ച് പിന്നെ 2 ദിവസം വെള്ളം മാറ്റി അങ്ങനെ അവരെ നമ്മുടെ ഈ പുതിയ വെള്ളത്തിലേക്കുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്തതൊക്കെ അവരെ പിടിച്ചു. അതിനിടയ്ക്ക് 2 ചത്തു കേട്ടോ. മഞ്ഞമീൻ 2 ചത്തുപോയി 2 ദിവസം കൊണ്ട്. അതേപോലെ കറുപ്പ മീനും 2 ചത്തു, 1 മാത്രമേ ചാവാത്തുള്ളൂ. പിന്നെ ഗപ്പികൾക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാര്യമായിട്ട്. അവരെയൊക്കെ നമുക്ക് എന്തായാലും ഇതിലേക്ക് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാനിന്ന് എനിക്ക് ശരിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ പത്മിനി, അവരെ വീട്ടിലുണ്ട്. ഞാൻ അവളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം നമ്മുടെ ഇവിടുത്തെ ചട്ടിയിൽ ഇതിൽ വെള്ളം തെളിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇടാൻ പോവാണ്, ആക്കാൻ പോവാം കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ തെളിഞ്ഞുണ്ട്, ഒരു വിധം തെളിഞ്ഞുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്. ഓ, ഇതാണ് ചെടി. താമരയല്ല, ആമ്പലാണ് കേട്ടോ. 1 നീലി 1 ചോപ്പയാണ്. വിരിയുമ്പോഴറിയുള്ളൂ. അപ്പം നമ്മളിവിടെ ഒരു ചട്ടി റെഡിയാക്കിയിട്ടാ പെയിൻ്റൊക്കെ അടിച്ച് സുന്ദരക്കുട്ടിയാക്കി വെച്ചത് കാണിച്ചു തന്നില്ലേ. 2 താമരക്കുട്ടികളെ മേടിച്ചോണ്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തോളോ നമ്മളുടെ കുട്ടീനാണ് കേട്ടോ. 1 2 3 ചത്ത പോലെ ചത്തട്ടില്ലേ. ഇത് അവിടെ കറുപ്പ മീനുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് ഗപ്പികളുണ്ട്. ഈ 2 കറുപ്പ മീൻ ചത്തു കേട്ടോ ക്വാറൻറ്റൈൻ കൊണ്ട്. അമ്പോ ദേ സന്തോഷമായിട്ടാ. നല്ല തണുത്ത വെള്ളത്തിൽ കയറിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബാ അടിയിലേക്ക് പോയാ പൊന്നോ, ബാ ജശ്രീ വൈ നേരത്തെ വന്ന ആ കുട്ടീനെയല്ലേ ഇടൂ. അവരവിടേക്ക് പോയി കാണാലോ. മുങ്ങി. അതേ ഇവിടെ കറുപ്പക്കാരവിടെ ഉണ്ട് കേട്ടാ. കറുപ്പ എവിടെയെങ്കിലും ഒളിച്ചുണ്ടാവൂലേ. അത് ജീവിക്കുന്ന സംശയം ചോദിച്ചത്. അതിനൊരു വയ്യായിക ഉണ്ട്. മക്കളെ നിന്നോട്ടാ. 2 ചോപ്പൊക്കെ പൂച്ചല്ലേ. എന്നാ വല്ല പ്രശ്നം. അതിന് വേണ്ട, അതിന് തിന്നാനറിയില്ല. അതിന് വായ കൊടുക്കണം പൊട്ടിച്ച്. അതിനറിയില്ല ചേച്ചറിയ. ഇതെന്നിട്ട് പൂച്ചത്
പക്ഷെ രക്ഷപ്പെടാവാം. താമരക്കുളത്തിൽ മീനെയൊക്കെ ആക്കി ഒരു 5-6 കുഞ്ഞ് മീനുകളും ഗപ്പി മീനുകളും ഒരു കറുപ്പ മീനും വലിയ മീൻ കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞിരുന്നു കേട്ടോ, ചേച്ചി ഈ ഗപ്പികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, കാരണം വെച്ചാൽ അവർ ചെറുതാണെങ്കിലും അവർക്ക് പ്രായമായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മുട്ടയിട്ടാൽ പെൺമീനുകൾ മുട്ടയിട്ടാൽ ആ മുട്ടയൊക്കെ ആൺമീനുകൾ വായയിലാക്കൂത്രേ ഒക്കെ ഇങ്ങനെ കഴിക്കുമെന്ന്. എന്നിട്ട് അവരിവിടെ തൊണ്ടയിൽ വെക്കുന്ന പറയണേ, അവിടെ വീർത്തിരിക്കുന്നുണ്ടാവും അത്രേ ആൺമീനിൻ്റെ അവിടെ. അത് പുതിയ അറിവാട്ടോ എനിക്ക്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കൊരു പക്ഷേ അറിയുമായിരിക്കാം, എനിക്കറിയണ്ടായിരുന്നില്ല. പറഞ്ഞത് എങ്ങനെയാണ്, അതായത് പെൺമീനുകൾ മുട്ടയിടുമ്പോൾ ആൺമീനുകൾ ഈ മുട്ടയൊക്കെ വായ്ക്ക് ഉള്ളിലാക്കുന്നു. വായുടെ ഉള്ളിലല്ല, അത് കഴുത്തിൻ്റെ ഈ ഭാഗത്താക്കൂത്രേ. എന്നിട്ട് അതിങ്ങനെ വീർത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ പ്രായമാകുമ്പോൾ, അത് വിരിയേണ്ട സമയമാകുമ്പോൾ അത് വിരിഞ്ഞിട്ട് നേരെ വായക്കൂടെ തന്നെ പുറത്തേക്ക് വിടുന്നാണ് പറയണത്. അങ്ങനെയാണ് കുഞ്ഞുമീൻ ഉണ്ടാവുക പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുമീനുകൾ ഉണ്ടാവുമ്പോൾ ആ വലിയ മീനുണ്ടല്ലോ, ഒരു കറുത്ത മീനില്ലേ, ആ മീൻ ചിലപ്പോൾ പിടിച്ച് തിന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ കപ്പി മീനുകളൊക്കെ ഈ കറുപ്പ മീൻ വലിയ മീൻ തിന്നുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മീൻ കറുപ്പ മാത്രമല്ല, 2 കറുത്ത മീൻ ചത്തത് കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ നല്ല ചുമന്ന 2 മീനുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള മീനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചത്തു. ഇതുപോലെ തന്നെ ക്വാറൻറ്റൈനിലിരിക്കുമ്പോൾ തന്നെ അവർ ചത്തുപോയി. അത് നമ്മളുടെ വെള്ളം ഇങ്ങനെ മാറ്റുമ്പോൾ അവർക്കത് പിടിക്കണില്ല തോന്നണു. എന്തായാലും ചത്തു, അറ്റ്മോസ്ഫിയർ ശരിയാവണ്ട. എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം, അതായത് ഇന്ന് ഞാനിങ്ങനെ 4 മണി നേരത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. നമുക്ക് എന്തായാലും ഒരു ചെടി നടുമ്പോൾ നമുക്ക് നോക്കണമെന്നുണ്ടാവില്ലേ, പിടിച്ചോ അതിൽ മുട്ടുണ്ടായോ എന്നൊക്കെ തോന്നില്ല, ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എന്നതുപോലെ ഞാനും ആ ചട്ടിയുടെ അടുത്ത് പോയി ഇങ്ങനെ നോക്കി. അപ്പോൾ എന്നെ കണ്ട വഴിക്ക് മറ്റേ മീനുകൾ ഓടുകയാണ് കേട്ടോ. നമ്മളെ കാണുമ്പോൾ അവർ ഓടി ഒളിക്കും, അടിയിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും, അതല്ലെങ്കിൽ ഇലയുടെ പിന്നിലൊക്കെ ഒളിച്ചിരിക്കും കേട്ടോ അവർ. അപ്പോൾ വലിയ മീനുകളൊന്നും കാണാനില്ല, ആരെയും കാണാനില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയത്, അവരവിടെ ഒളിച്ചിരിക്കണേ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിനുള്ള കുഞ്ഞു മീനുകളെ കണ്ടു കേട്ടോ, കുഞ്ഞു മീൻ. അപ്പം എനിക്ക് അത്ഭുതമായിട്ടോ, ഇത് മീനാണോ ഇനി കൂത്താടിയാണോ, അത് കൊതുകിൻ്റെ കൂത്താടിയാണോ എന്താണെന്ന് അറിയില്ലല്ലോ. കൊതുകിൻ്റെ കൂത്താടിയാണെങ്കിൽ ആ മീൻ തിന്നണ്ടായിരിക്കും അല്ലേ, അപ്പം മീനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സംശയമായി. ഉറപ്പാക്കാനായിട്ട് വീണ്ടും ഞാൻ എൻ്റെ അനിയത്തിയെ വിളിച്ചു കേട്ടോ. അപ്പം അപ്പിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്, നീ നോക്കിയെന്ന് പറഞ്ഞാൽ വീണ്ടും വീഡിയോ കോളിൽ കൂടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചി അത് മീൻ തന്നെയാണ്, അത് മീനിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 6 കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. സന്തോഷമായി. നമുക്ക് തന്നെ ഒരു ചെടിയുമ്പോൾ മുട്ട ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ, എന്നതുപോലെ കുഞ്ഞ് മീൻ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരിങ്ങനെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, ഇനി വലിയ മീനെങ്ങനെ ഇതിനെ പിടിച്ച് തിന്നാവോ എന്ന്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ വളരുന്നുണ്ട്, അത് പിടിച്ച് തിന്നില്ല എന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ ആ മീനെ മാത്രമല്ല, അല്ലെങ്കിൽ മാറ്റണ്ടേ, എവിടേക്കാണ് മാറ്റുക, വീണ്ടും പാത്രത്തിലേക്ക് മറ്റേ ചത്തുപോയാലോ എന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് ഞങ്ങളിങ്ങനെ. ഒരു സന്തോഷമുള്ള കാര്യമാണ്, ആ സന്തോഷം കൂടി ഇന്നത്തെ ഇതിൽ കൂടെ ചേർക്കുകയാണ് കേട്ടോ. നോക്കാം, ഞാൻ കുഞ്ഞുമീൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് നോക്കൂ കേട്ടോ. പൊട്ടിപ്പോട്ടെ. 1 2 3 4 5 6 1 2 3 4 5 6 അവിടെ പോയി 2 4 5 ഉണ്ട്. ഇതേ കുഞ്ഞിപ്പുറത്തുണ്ട്. ഇത് ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവൾക്ക് കാണാൻ വേണ്ടി പിടിക്കണ്ടത്. ഇതുണ്ടല്ലോ, അതേ ഒരാൾ അടിയിൽ ഒളിച്ച് കിടക്കണുണ്ട് കള്ളൻ. അവൻ മാത്രമല്ല കേട്ടോ, കറുപ്പൊക്കെ ചത്തു, എല്ലാവരും ചത്തു. ഈ വലിയ മീൻ ഇത് മാത്രമേ ഉള്ളൂ. പറയണ വെച്ചാൽ ഈ വലിയ മീൻ കുഞ്ഞുങ്ങളെ തിന്നുന്നൊക്കെ പറയണ കേട്ടോ. മറ്റാളവിടെ പോയി ഒളിച്ചിരിക്കണേ, അമ്മമാരെവിടെ പോയി, എല്ലാവരും വീട്ടിലാണോ? എവിടെ പോയി? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ, പിന്നെ കമൻറ്റ് പറയൂ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും.